അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് തങ്ങൾ, ആദരണീയനായ സംസ്ഥ ജമിയത്തുൽ ഉലമ മുഷററ അംഗങ്ങളായ വാക്കോട്ട് മുഹമ്മദ് മുസ്ലിയ, ഐദുൽ മുസ്ലിയ, ബഹുമാനപ്പെട്ട പുത്തനഴി മൊയ്തീൻ ഫൈസി, അബ്ദുറഹ്മാൻ മുസ്ലിയ, മറ്റു സദസ്സിലുപേക്ഷയായ സാദാത്തുക്കളെ, ഉലമാക്കളെ, സംസ്ഥ ജമിയത്തുൽ ഉലമയുടെയും പോഷക സംഘടനകളുടെയും സാരഥികളെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, സംസ്ഥ ജമിയത്തുൽ ഉലമയുടെ പ്രഥമ വൈസ് പ്രസിഡൻറ്റും മഹാനായ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ അവർകൾ വേദിയിലേക്ക് കടന്നു വരികയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, ലില്ലാഹിൽ ഹംദ്. നാമൊക്കെ ഇവിടെ സന്നിഹിതരായിട്ടുള്ളത് സംസ്ഥ ജമിയത്തുൽ ഉലമയുടെ സ്ഥാപകരിൽ ഏറ്റവും ശ്രേഷ്ഠരായിരുന്ന പാങ്ങിൽ അഹമ്മദ് മുസ്ലിയ നവറുല്ലാഹു മർക്കദഹു അവരുടെ അനുസ്മരണ വേദിയിലാണ്. നമുക്കറിയാം, കേരളത്തിലങ്ങോളം ഇങ്ങോളം ഇസ്ലാമിക പ്രബോധന പ്രചരണ രംഗത്ത് വളരെ ഉന്നതമായ നേതൃത്വം നൽകുകയും പ്രഭാഷണ വേദിയിലും അതുപോലെ തന്നെ ദർശനരംഗത്തുമൊക്കെ നേതൃത്വം നൽകിക്കൊണ്ട് ഉഖ്റവികളായ അലിമ്യങ്ങളെ വളർത്തിക്കൊണ്ടുവരുവാൻ മഹാനവറുകൾ ജീവിതകാലം മുഴുവൻ ചെലവഴിക്കുകയുണ്ടായി. ഇവിടെ സൂചിപ്പിച്ചതുപോലെ സമസ്ത കേരള ജമിയത്തുൽ ഉലമ സ്ഥാപിതമായപ്പോൾ പ്രഥമ പ്രസിഡൻ്റായി അഭിപ്രായപ്പെട്ടിരുന്നത് മഹാനായ ഉസ്താദ് അവർകളെയായിരുന്നു. എന്നാൽ മഹാനായ സയ്യിദ് വരക്കൽ മുല്ലക്കോയ തങ്ങൾ അവർകളെ പ്രഥമ പ്രസിഡൻ്റാക്കുന്നതിന് വേണ്ടി പാങ്കിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ അതിനുവേണ്ടി നിർദ്ദേശിക്കുകയും അങ്ങനെ കേരളത്തിൽ ഏറ്റവും ഉന്നത ശീർഷ ഉലമാക്കളുടെ നേതൃത്വത്തിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമ രൂപം കൊള്ളുകയുണ്ടായി. അതുകൊണ്ട് തന്നെ കേരളീയ മുസ്ലിം സമൂഹത്തിന് ഇന്ന് ആർജിച്ചെടുത്ത ആ ആത്മീയ ചൈതന്യവും ഇസ്ലാമികമായ നവോത്ഥാനവും ഇവിടെ വളർത്തിക്കൊണ്ടുവന്നത് മഹരഥന്മാരായ ഉലമാക്കൾ കീഴിൽ അണിനിരുന്ന ഉമറാക്കളും അവരുടെ ഓരോ നിർദ്ദേശങ്ങളും കൽപ്പനകളും അനുസരിച്ചുകൊണ്ട് മദ്രസകളും മഹലുകൾ തോറും ദർസുകളും സ്ഥാപിച്ച് അങ്ങനെ എല്ലാ കാലങ്ങളിലും കേരളീയ മുസ്ലിം സമൂഹത്തെ നേതൃത്വം നൽകുവാൻ പ്രഗത്ഭമതികളായ ഉഖ്റവികളായ ആലിമീങ്ങളെ ഇവിടെ വളർത്തിക്കൊണ്ടുവരികയുണ്ടായി. ഇന്നും ലോക മുസ്ലിം ലോകത്തിൻ്റെ മാതൃകാ യോഗ്യമായ ഇസ്ലാമിക ചൈതന്യം ആ ഒരു മഹത്തായ പാന്താവിൽ അണിനിരുന്നതുകൊണ്ടാണ് നമുക്ക് സാധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മഹാനവറുകൾ നമുക്കറിയാം, ഇവിടെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ പ്രഥമ ഇസ്ലാമിക വൈജ്ഞാനിക കേന്ദ്രം ഇസ്ലാമുൽ ഉലൂമിൻ്റെ സ്ഥാപകരിലും അങ്ങനെ അതുപോലെ തന്നെ ഇംഗ്ലീഷ് ഭാഷയും ഉറുദുവും മറ്റും പേർഷ്യനുമൊക്കെ അറിയുന്ന ബഹുഭാഷാ പരിജ്ഞാനത്തോടു കൂടി വളർന്നു വരുന്ന പണ്ഡിതന്മാരെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയും അതിനുള്ള പദ്ധതികളും ആവിഷ്കരിക്കുകയുണ്ടായി. തീർച്ചയായിട്ടും ഈ കാലത്തും നമുക്കൊക്കെ ഉന്നതമായ മാതൃകയാണ് മഹാനവറുകൾ. ആ മാതൃക പിൻപറ്റിക്കൊണ്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമ കീഴിൽ വിശുദ്ധ ദീനിനും അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ ആശയ പ്രചരണത്തിനും വേണ്ടി ആത്മാർത്ഥമായി സേവനമനുഷ്ഠിക്കുവാൻ അള്ളാഹു നമുക്കേവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാകട്ടെ. മഹാനായ പാങ്ങിൽ ഉസ്താദും അതുപോലെ സമസ്ത കേരള ജമിയത്തുൽ മഹത്തുക്കളായ ഉലമാക്കൾ, സാദാത്തുക്കൾ, ഉമറാക്കൾ
അവരോടൊപ്പം നമ്മയും അള്ളാഹു ജന്നാത്തുൽ ഫിർദൗസിൽ ഒന്നിച്ചു കൂട്ടുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ അനുസ്മരണ വേദിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇതുപോലുള്ള പ്രഭാഷണങ്ങൾക്കും ക്ലാസുകൾക്കും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. ഞങ്ങൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിച്ചേക്കും.